ലൈറ്റ് ഉണക്കുന്നില്ലല്ലോ. ഇപ്പം പോയ നേരെ രവിയെ വീട്ടിൽ വെച്ച് പിടിക്കണം. ഇവിടുന്ന് നടന്നില്ലേ പോവാനുള്ളത്. ഇപ്പം നടന്നാലേ പിടിപ്പാൻ കാലത്ത് വിളിച്ചാൽ ഭഗവാനെ ഏറ്റു പൂട്ടായിരുന്നാ മതിയായിരുന്നു. പക്ഷെ എന്തായാലും ലൈറ്റ് അടിച്ച് കിടന്നാ മതിയായിരുന്നു. നോക്കട്ട് വെച്ച് പിടിക്കാം, കിടക്കാം. ഭാഷയൊക്കെ മതി, എണീറ്റ് വാ. ഭയങ്കര ഉറക്കം. ഇങ്ങനെ മോനല്ല ഞാൻ, എനിക്കറിയണം ഇങ്ങനെ നമ്പറാണ്. പറഞ്ഞില്ലല്ലേ ഇവിടെ കിടന്നോ? ഞാൻ എന്തായാലും കയറ്റി പൂട്ടാമോ? പറഞ്ഞില്ലല്ലോ. അവൻ ഗേറ്റ് പൂട്ടി. ഇപ്പൊ എന്തിരിയാൻ നമ്മളെ ഗതികേട് വെളുക്കുന്നവരെ കൊതികേടി കൊള്ളാം. എണീക്കാത്ത മാമാ, മാമാ എണീക്കും മാമാ. യോ ഇതൊക്കെ വല്ല കാര്യമുണ്ടോ മാമ? ചായ എടുക്കട്ടാ? രാമ ഉറക്കം കഴിച്ചാ? രാമ ഉറക്കം കഴിച്ചെങ്കിൽ നീ ചായ വേണ്ട. അവൻ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ചായ കൊണ്ടുപോവാ കുടിക്കാം. അത് പറഞ്ഞ അകത്ത് വരുന്നില്ല, ഇങ്ങോട്ട് കൊണ്ടുവരണ. മാമ എന്തിനു മാമ ഇങ്ങനെയൊക്കെ വാശാണിക്കണ? എന്നിട്ട് ഉറങ്ങിയ ഇന്നലെ രാത്രി? അയ്യോ കൊതു കടിച്ചെന്റെ ഉപ്പാടും പാടപ്പാടും വല്ല കാര്യമുണ്ടോ? നീ വീട്ടിലോട്ട് വരയില്ലേ? ഇല്ല, ഞാൻ തീരുമാനിച്ചല്ലേ. ഞാൻ വീട്ടിലോട്ട് വരുന്ന പരിപാടിയെ ഒരു മാറ്റവും ഒരു മാറ്റവും ഇല്ല. വാശിയിലാണ്. വാശിയിൽ ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഒന്നും ഇല്ല. വാശി തന്നെ. ഒരു കാര്യം സത്യം പറയണം, രാത്രി എസ്കേപ്പ് ആവാൻ ശ്രമിച്ച? ഓ, ഞാൻ പോകാനായിട്ട് പോയപ്പം ഇവൻ ഗേറ്റ് പൂട്ടിക്കണം. എനിക്ക് ആവുമെങ്കിൽ ഞാൻ പണ്ടത്തെ കാലം മതിൽ ചാടി ഞാൻ പൊക്കിടന്നേനെ. മതിൽ കേറാൻ ചാടാനും വയ്യ. ഇപ്പൊ എങ്ങാനും കയറി കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് പൂട്ടിയത്. അത് എനിക്ക് മനസ്സിലായി. അതിലും എന്നെ വന്ന് തോപ്പിച്ചവൻ. അവന് ദേഷ്യവും ദേഷ്യമൊന്നുമില്ല, വീട്ടിൽ വരില്ല. ഇവൻ ഒന്നി അവയല്ലെങ്കിൽ ഞാൻ എങ്കിലും ശരിയാവുള്ളൂ മക്കളെ. മാമ ഞാൻ ഒരു കാര്യം പറയട്ടെ, മാമന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ലേ റാമേട്ട ഇങ്ങനെയൊക്കെ കാണിക്കണത്? മാമ എന്താ മനസ്സിലാക്കാത്ത? ഇതാണ് സ്നേഹം. ഇത് സ്നേഹമല്ല, വൈരാഗ്യമാണ്. അവൻ എന്നെ എപ്പം നോക്കിയാലും അവൻ എന്നെ ഓരോന്നും പറഞ്ഞ് അവൻ അത് ഞാൻ ചോദിക്കരുത്. ഞാൻ തന്തല്ലേ. അയ്യോ അല്ല, അത് ഞാൻ ഒരു തെറ്റ് കാണിച്ചെന്ന് പറ്റോ? അവൻ മോനെ ക്ഷമിക്കാം ഇല്ലേ? ഇതല്ല, ഇവൻ എൻ്റെ കൂട്ടാളികളുടെ അവന്മാരെ പറഞ്ഞ മുടയും കേട്ടോണ്ട് കൂടെ പറഞ്ഞ് എന്നെ അടിച്ചില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ BP കൂട്ടാതെ ഞാൻ പറഞ്ഞത്. മാമനടുത്തുള്ള സ്നേഹം കൊണ്ട് മാമ ഇനി പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലോ എന്നുള്ളതുകൊണ്ടാണ് റാമേട്ട അങ്ങനെ പറയണത്, അല്ലേ? നീ അങ്ങനെ പറയും എന്തെന്നറിയാ, നിന്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് നിനക്ക് അവന്റെ അടുത്ത് സ്നേഹം കൂടുതലാണല്ലേ. അത് മാമ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ മാമന്റെ മരുമോളല്ലേ? നീ എന്റെ മരുമോളൊക്കെ തന്നെ, എങ്കിലും നിനക്ക് കൂടുതൽ സ്നേഹം അവന്റെ കൂടെയാണ്, അല്ല എന്റെ അടുത്ത്. എത്രയാലും ഭർത്താവ് കൊച്ചാവണത് മരുമോക്ക് ശരിയാവൂ. എന്തൊരു പറയണ ശരിയല്ലേ? നീ നല്ല ഉറങ്ങിയോ? എന്റെ പൊന്ന് കൊതു കടിച്ചിട്ട് മൂപ്പാടും പതപ്പാടും വന്നു. അതാ ചോദിച്ചോണ്ടിരുന്നു. ഞങ്ങള് പറഞ്ഞല്ലേ അകത്തൊന്ന് കിടക്കാൻ. ഞാൻ അകത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ, അതില് മാറ്റമൊന്നുമില്ല. ഒരു കാര്യം ചെയ്തു, ഇനി ആ വിഷയത്തെ പറ്റി സംസാരിക്കല്ലേ. നിങ്ങൾ പോ, ഞാൻ ചോദിക്കട്ടെ, നിന്റെ തെറ്റല്ലേ? എന്തിനാ വെറുതെ രാമിനെ കുറ്റം പറയുന്നേ? എന്റെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും മാറി ഇവന്റെ അടുത്ത് നുണകളും പറഞ്ഞു കൊടുത്തിട്ട് ഇവ ഇനി അടിച്ചില്ല എന്നല്ലേ ഉള്ളൂ. നുണ പറഞ്ഞു കൊടുക്കാൻ പിന്നെ അല്ലാതെ
അവനെ അടിച്ചു പൊട്ടിച്ചാണ് വണ്ടി ഗ്ലാസ്. അതിന് എന്റെ പറഞ്ഞു മോനെ കണ്ടപ്പോ അച്ഛനെ ചെയ്തടാണ് എന്നാ എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണ്ടേ. ചിലപ്പോ ഓർമ്മ പറ്റിയിൽ ഞാൻ എന്തെങ്കിലും അവരെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചത് തെറ്റാണ്. അവരെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചത് തെറ്റാണ്. അപ്പൊ നീ അകത്തോട്ട് കയറൂല്ലേ? ആ ഞാൻ പറഞ്ഞ വാക്ക് തന്നെ ഒന്നീ അവൻ ഇങ്ങോട്ട് വരാം. ചായ സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. ശരി, നീ പോ, ഞാൻ ഇത് കിടക്കട്ടെ. അയ്യപ്പാ. രാമ, ദാ, അവന് തീരെ വയ്യ, ഭയങ്കര വിറയില്. അച്ഛനാ? ആ, ഞാൻ ചെന്ന് വിളിച്ചാണ്. അപ്പൊ മുഖം കാണണോ ഇതാ? എന്നെ ഇപ്പൊ തിന്നുകളയുന്നതുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ എന്തോ നീ ചുമ്മാ വാശി. ഞാൻ നേരത്തെ കട്ടൻ ചായ കൊണ്ട് കൊടുത്തായിരുന്നു, അത് കുടിച്ചു. പക്ഷെ എന്നാലും ഭയങ്കര വാശിയില്ല. അപ്പച്ചി എന്റെ അടുത്താണ് ദേഷ്യം. ഞാൻ എന്താണ് ഞാൻ ചെയ്തതെന്നാണ് അപ്പച്ചി പറയണേ? എനിക്കറിയില്ല എന്തോ ചെയ്യാൻ. എന്തിനീ വാശി മനുഷ്യന്? ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. അവിടെ കൊതുവിന്റെ ഇടയിൽ പോയി കിടക്കേണ്ട വല്ല കാര്യമുണ്ട്? ആ, എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ട് കൊതുക് കടിക്കുന്നു. എന്തോ ചെയ്യാൻ? ആരെയും കേട്ട ചേട്ടൻ നേരെ തന്നെ വിളിച്ചു. നേരത്തെ വിളിച്ച ഞാൻ നേരെ തന്നെ വിളിച്ചു. വാ എണീച്ച് വാന്ന് വിളിച്ചു. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് എന്നെ. എന്ത് ചെയ്യിപ്പ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? അമ്മ വിറയലെന്ന് പറഞ്ഞില്ലേ, എന്റെ പേടി അതല്ല. മാമന് കറക്റ്റ് സമയത്ത് കിട്ടേണ്ട മരുന്ന് കിട്ടാതാവുന്നതിന്റെ ആണോ? എനിക്കത് സംശയമുണ്ട്. അതായിരിക്കും ഈ വിറയിലെന്ന്. അങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണേ, അല്ലെങ്കിൽ പ്രശ്നമാവോ? അല്ല, എനിക്കൊരു പേടിയുണ്ട്. ഇനി എന്തെങ്കിലും അവിടെ കിടന്ന് എന്തെങ്കിലും പറ്റിപ്പോയാലോ? നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയാം. അപ്പച്ചി വിളിച്ചുകൂടി? പക്ഷെ ഞാൻ വിളിച്ചിട്ട് വരണ്ടേ? ആര് വിളിച്ചിട്ട് എന്ത് എന്താ? എനിക്ക് വയറ്റിനകത്ത് എന്തിനോട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇച്ചിരി ഇഞ്ചി ചതച്ച് തരട്ടെ? വേണ്ട, പിന്നെ മെഡിക്കൽ മെഡിക്കൽ സ്റ്റോറിൽ എന്തിനാ അപ്പച്ചി മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോകണം? നമുക്ക് ആശുപത്രിയിലേക്ക് പോയാൽ പോരെ? അതാ നല്ലത്. എന്നാ അച്ഛാ ആശുപത്രി പോ. കണ്ടമാനം മരുന്ന് വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. എടാ ഉണ്ണി, നീ ഇവനോട് പിണങ്ങിയല്ലേ അവിടെ പോയി കിടന്നത്? ഇപ്പൊ നിനക്കൊരു അസുഖം വന്നപ്പോ ആരാ ഉള്ളത്? ഇതാ നിന്റെ മോൻ മാത്രമല്ലേ ഉള്ളൂ. എടാ നീ എന്നാടാ നന്നാവുന്നേ? ഞാൻ എത്ര നാളായിട്ട് പറയാന്നറിയോ, കുറെ വൃത്തികെട്ട കൂട്ടുകാര് അവരുടെ കൂടെ കിടന്ന് കുടിക്കുക. എടാ എന്തൊക്കെ പറഞ്ഞാലും എത്ര തന്നെ ദേഷ്യപ്പെട്ടാലും ഈ സ്വന്തം മക്കളെ കാണത്തുള്ളൂ അവസാന കാലത്ത്. നീ അത് ആലോചിച്ചു. നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല അവൻ ഇതൊക്കെ പറയുന്നത്, നീ നന്നാവാൻ വേണ്ടിയാ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് നിന്നെ എങ്ങനെ കാണുന്നതിൽ. അല്ലടാ പിന്നല്ല. വാ ആശുപത്രി പോ.